മുതലായ റമളാനിൽ 30 നാളിലും മുല കുടിക്കും കാലം മുലയെ തൊടാത്തോവർ. റമളാൻ 30 ദിവസം മുല കുടിച്ചതേയില്ല. മുഅ്മിനീങ്ങളെ ചിന്തിക്കണം. കുഞ്ഞുനാളിൽ പോലും ഉഖലാഇന്റെ രീതി പ്രദർശിപ്പിച്ചിട്ടുണ്ട്. മുകല്ലഫായ അബ്ദാൻ എന്ന ബോധം പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ആര്? മഹാനായ ശൈഖുൽ മശായിഖ് ഖുത്ബുൽ ഖുതാബ് സുൽത്താനുൽ ഔലിയാ അശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി. അല്ലാഹു നമുക്ക് നാഫിയ ഇൽമിനെ തരട്ടെ. ലോകത്തിന്റെ നക്ഷത്രമായ ഉദയം കൊണ്ടും ഹിജ്റ 470 കൈലാനിൽ ജനിക്കുകയും ഹിജ്റ 561 ബഗ്ദാദിൽ വഫാത്താവുകയും ചെയ്ത ലോകത്തിന്റെ കനക നക്ഷത്രമാണ് ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി. ലക്ഷക്കണക്കായ ആളുകൾ ഇസ്ലാമിലേക്ക് വന്നു. ഓസുൽ ആലമിനെ കൊണ്ട് റളിയല്ലാഹു അൻഹു. ഉറക്കെ പറ റളിയല്ലാഹു അൻഹു. ചിന്തിക്കണം. എന്റെ കണ്ടവർക്കൊക്കെ അറിയാം ഇത് വലിയ ആളാ. അപ്പൊ എല്ലാവരും ഇസ്ലാമിലേക്ക് വന്നു. ഹിജ്റ 470 കൈലാനിൽ ജനിക്കുകയും ഹിജ്റ 561 ബഗ്ദാദിൽ മരിക്കുകയും ചെയ്തു ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി. എന്നാ ജനിച്ചത് ഹിജ്റ 470 റമളാൻ 1 ജനിച്ച്. ഹിജ്റ 401 റമളാനിൽ ഹിജ്റ 470 റമളാൻ 1 ജനിച്ച് കൈലാനിൽ ജനിച്ച് ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി. ജനിച്ച് റമളാൻ 1 ജനിച്ച് ശുദ്ധീകരിച്ച കുട്ടിക്ക് മുല കൊടുത്തു. കുട്ടി മുല കുടിച്ചില്ല. അന്ന് വൈകുന്നേരം വരെ കുട്ടി മുല കുടിച്ചില്ല. ജനിച്ച അന്ന് കുട്ടി മുല കുടിച്ചില്ല. അന്ന് വൈകുന്നേരം വരെ കുട്ടിക്ക് മുല കൊടുക്കാൻ പലരും ശ്രമം നടത്തി. കുട്ടി മുല കുടിച്ചില്ല. ജനിച്ച അന്ന് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇവരെയൊക്കെ തള്ളിയിട്ട് ഇപ്പോൾ ചില പുള്ളരാണ് ദീനിന്റെ മർമ്മം എന്ന് വിചാരിക്കുന്നത്. ആഖിർ സമാനിലെ വസ്വാസാണ്. ഇത് നല്ലോണം മനസ്സിലാക്കണം. സുന്നികൾക്ക് പോലും ഇപ്പോൾ എവിടെയാണ് റീഡിംഗ് എന്നറിയാത്തൊരു കാലഘട്ടമായി വന്നു പോയിരിക്കുന്നു. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നമ്മൾ സുന്നികളാണ്. നമുക്കെല്ലാം നിറഞ്ഞിട്ടുണ്ട്. നിറഞ്ഞ ജനതയാണ് അഹ്ലു സുന്നത്ത് വൽ ജമാഅ. എവിടുന്നോ കടം വാങ്ങേണ്ടതില്ല. ഒക്കെ നിറഞ്ഞ ജനതയാണ് അഹ്ലു സുന്നത്ത് വൽ ജമാഅ. ഇസ്സത്ത് അള്ളാഹു നിലനിർത്തി തരട്ടെ. ഇസ്ലാമിന്റെ പ്രബോധനത്തിൽ ഏറ്റവും കൂടുതൽ ആളുകളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്ന ഒരു മഹാനാണ് ആര്? ബഹുമാനപ്പെട്ട ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി. നാടാകെ ലഘുലേഖം കൊണ്ട് നടന്നുകൊണ്ടാണോ? കാസറ്റ് ഉണ്ടാക്കിയിട്ട് വീടാന്തരം കൊടുത്തയച്ചത് കൊണ്ടാണോ? അതൊന്നും കവലക്കാലം മുഴുവനും ചേട്ടന്മാരും ഹിന്ദുക്കളെയും ഒക്കെ കൂട്ടി വാദപ്രതിവാദം നടത്തിയതാണോ? അതുമല്ല. പിന്നെന്താ? ജനിച്ച അന്ന് റമളാൻ 470 റമളാൻ 1 ജനിച്ച് ശുദ്ധീകരിച്ച കുട്ടിക്ക് മുല കൊടുത്തു. കുട്ടി മുല കുടിച്ചില്ല. അന്ന് വൈകുന്നേരം വരെ കുട്ടിക്ക് മുല കൊടുക്കാനുള്ള ശ്രമങ്ങൾ വിഫല ശ്രമമായി. ഒരിക്കലും കുട്ടി മുല കുടിച്ചതില്ല. വീട്ടുകാർക്കൊരു പരിഭ്രാന്തിയുണ്ടായി. കുട്ടി മുലഞ്ഞിട്ട് തട്ടിക്കളയുന്നു. അതാ മഗ്‌രിബിന് നേരമായി റമളാൻ 1 വീട്ടിലും പരിസരത്തുമുള്ള ആളുകൾ റമളാൻ 1 ജനങ്ങൾ നോമ്പ് തുറന്ന് കുട്ടി മുല കുടിച്ച്. സുബ്ഹാനല്ലാഹ്, കുട്ടി മുല കുടിച്ച്. എന്ന് റമളാൻ 1 ജനിച്ച ആദ്യത്തെ ദിവസം ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി. അല്ലാഹു അവരുടെ ദറജ ഏറ്റി കൊടുക്കട്ടെ. എന്താണ് ജനങ്ങളെ നമ്മൾ ചിന്തിക്കാത്തത്? എങ്ങനെ നമ്മൾ ഇവരൊക്കെ മറക്കുക? ചിന്തിക്ക്. മഗ്‌രിബിന് കുട്ടി മുല കുടിച്ചു. സുബഹിയോട് കൂടെ മുലങ്ങിട്ട് വീണ്ടും തട്ടി മുല കൊടുത്തു. കുട്ടി കുടിച്ചില്ല. പിറ്റേന്ന് പകലും മുല കുടിച്ചില്ല. റമളാൻ 30 പകലിനും മുല കുടിച്ചില്ല. എന്ന് ജനിച്ച ദിവസം മുതൽ അപ്പോഴത്തിന് കൈലാനിൽ നിന്ന് കേട്ടവർ ഇതാ ഫാത്തിമ ഉമ്മുൽ ഖൈറിന്റെ വീട്ടിലേക്ക് വന്ന്. ഫാത്തിമ ഉമ്മുൽ ഖൈർ ഒരു കുട്ടിയെ പ്രസവിച്ചിട്ടുണ്ട്. ഫാത്തിമ ഉമ്മുൽ ഖൈറിന് നാട്ടുകാർക്ക് വലിയ ബഹുമാനമാണ്. ഫാത്തിമ ഉമ്മുൽ ഖൈർ ദുആക്ക് ഇജാബത്തുള്ള പെണ്ണാണെന്ന് പരിസരത്തെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഫാത്തിമ ഉമ്മുൽ ഖൈറിന്റെ മോനാണ് അബ്ദുൽ ഖാദിർ റളിയല്ലാഹു അൻഹു. വെറുതെ ഇരിക്കരുത് മജ്‌ലിസിൽ. ഇത് മഹാന്മാരെ മജ്‌ലിസാണ്. അല്ലാഹു തആല സ്വീകരിക്കട്ടെ.
ഫാത്തിമ ഉമ്മുൽ ഖൈർ പരിസരവാസികൾ ഒരു വിഷയമുണ്ടായാൽ ഫാത്തിമ ഉമ്മുൽ ഖൈറിനെ കൊണ്ട് ദുആ അർപ്പിക്കും, കാര്യം നടക്കും. ഫാത്തിമ ഉമ്മുൽ ഖൈറിന്റെ മോനാണ് അബ്ദുൽ ഖാദർ റളിയല്ലാഹു അൻഹു. ചിന്തിക്ക്, നാടാകെ ജനങ്ങൾ അത്ഭുതപ്പെട്ടു പോയി. റമളാനിൽ ഇതാ നോമ്പ് നോക്കുന്ന ഒരു കുഞ്ഞിനെ, ഇതാ റമളാനിലെ പകൽ ഭക്ഷണം കഴിക്കാത്ത ഒരു കുഞ്ഞിനെ ഫാത്തിമ ഉമ്മുൽ ഖൈർ പ്രസവിച്ചിരിക്കുന്നു. നാടാകെ അത്ഭുതമായി. ആ കൊല്ലം അങ്ങനെ കഴിഞ്ഞ് പിറ്റേ കൊല്ലത്തിലേക്ക് പ്രവേശിച്ചു. പിറ്റേ കൊല്ലം ഷഅബാന്റെ അവസാന ഭാഗമായപ്പോൾ കൈലാനിൽ മേഘം മൂടി. റമളാനാണോ അതല്ല ഷഅബാനാണോ എന്ന് തിരിച്ചറിയാത്ത ഷെക്കിന്റെ ദിവസമായപ്പോൾ ജനങ്ങളിൽ പല ആളുകൾക്കും വിഷമമായി. മേഘം മൂടി. ഷഅബാൻ 30 അത് റമളാനിൽ ഒന്നാണോ അതല്ല റമളാൻ അല്ലേ എന്നൊരു തിരിച്ചറിവില്ലാത്ത ഒരു സന്ദർഭമായപ്പോൾ പരിസരത്തെ പെണ്ണുങ്ങള് ഷെക്കിന്റെ ദിവസം രാവിലെ ഫാത്തിമ ഉമ്മുൽ ഖൈറിന്റെ വീട്ടിലേക്ക് വന്ന്, ഫാത്തിമ, ഞങ്ങൾ റമളാനാണോ ഷഅബാനാണോ എന്ന് ഷെക്കിലാണ്, ഒരു വിധി തീർപ്പ് പറഞ്ഞു തരൂ. ഫാത്തിമ ഉമ്മുൽ ഖൈർ പറഞ്ഞ്, ഇന്ന് റമളാൻ തന്നെ. സുബ്ഹിയുടെ ബാങ്ക് കേട്ടതിന് ശേഷം ഞാൻ എന്റെ കുഞ്ഞിന്റെ വായിലേക്ക് മുല നട്ട് വെച്ച് കൊടുത്ത് കുഞ്ഞ് മുല നട്ട് തട്ടിക്കളഞ്ഞ് ഇന്ന് റമളാൻ തന്നെ. അപ്പോൾ മനസ്സുറപ്പിച്ചു കൊടുക്കുന്ന കാളിയായ പണി എന്ന് 1-ാമത്തെ വയസ്സിൽ. ആരുടെ പണി? ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി. അല്ലാഹുവിന്റെ ദർജ ഏറ്റി കൊടുക്കട്ടെ, അല്ലാഹുവിന്റെ ദർജ ഏറ്റി കൊടുക്കട്ടെ. ഇത്തരം മഹാന്മാരാണ് ലോകത്ത്. ഇവരാണ് പ്രബോധനത്തിന്റെ അടിസ്ഥാനം. മുതലായ റമളാനിൽ 30 നാളിലും മുല കുടിക്കും കാലം മുലേ തൊടാത്തോവർ. റമളാൻ 30 ദിവസം മുല കുടിച്ചതേ ഇല്ല. മുഅ്മിനീങ്ങളെ ചിന്തിക്കണം. കുഞ്ഞനാളിൽ പോലും ഉഖലാഇന്റെ രീതി പ്രദർശിപ്പിച്ചിട്ടുണ്ട്. മുകല്ലഫായ അബ്ദാനി എന്ന ബോധം പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ആര്? മഹാനായ ശൈഖുൽ മശായിഖ് ഖുത്ബുൽ ഖുതാബ് സുൽത്താനുൽ ഔലിയാ ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി. അല്ലാഹു നമുക്ക് നാഫിയ ഇൽമിനെ തരട്ടെ. മനസ്സ് തുറന്നാമീൻ പറയും. അല്ലാഹു നാഫിയ ഇൽമിനെ തരട്ടെ. നല്ല വഴിക്ക് പോകാൻ അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ഇവരാണ് പ്രബോധനത്തിന്റെ ആധാരം. നമ്മൾ ചിന്തിക്കണം. ഇവർ വഴിയാണ് ലോകത്ത് ഇസ്ലാമിന്റെ പ്രബോധനം ഉണ്ടായത്. ഇങ്ങനത്തെ ആളുകൾ മുഅ്മിനീങ്ങളെ ചിന്തിക്കണം. 40 കൊല്ലമാണ് ബഗ്ദാദിൽ വഅള് പറഞ്ഞത്. എല്ലാ വ്യാഴാഴ്ച അസ്തമിച്ച വെള്ളിയാഴ്ച രാവിലെ വഅള് പറയും. മദ്രസത്തുൽ ഇമാമിയയുടെ പള്ളിയിൽ ആരംഭിച്ച വഅള് പിന്നീട് വിപുലമായി പിന്നെ ബഗ്ദാദിലെ മൈതാനിലേക്ക് വഅള് നീക്കി. 70,000 ആളുകളൊക്കെ വഅളിൽ പങ്കെടുക്കും. റുബ്ബ മജ്തമഅ ഇലൈഹി 70,000 മിൻ ഹുല്ലാർ. 70,000 ആളുകളെല്ലാം മജ്ലിസിൽ ഉണ്ടാകും. ബഹുമാനപ്പെട്ട ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി തൊട്ടടുത്തിരിക്കുന്ന ആൾ കേൾക്കുന്നത് പോലെ ഏറ്റവും ബാക്കിലിരിക്കുന്ന ആളും കേൾക്കും. എത്രയാണ് മജ്ലിസിൽ? 70,000 എന്നാണ് വഅള് പറയുന്നത്. മൈക്ക കണ്ടുപിടിക്കുന്നതിന്റെ 1000 കൊല്ലം മുമ്പ് വഅള്. പഠിച്ചോനെ അല്ലാഹു നാഫിയ ഇൽമിനെ തരട്ടെ. മനുഷ്യന്മാരെ, ഇതാണ് സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം. മുഅ്മിനീങ്ങളെ ചിന്തിക്കണം. മുഅ്മിനീങ്ങളെ ഈമാൻ കട്ടുകൊണ്ടുപോകുന്ന പണി നടന്നുകൊണ്ടിരിക്കുന്നു. അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരെ തള്ളിക്കളയാനുള്ള പണി നടന്നുകൊണ്ടിരിക്കുന്നു. ഔലിയാക്കന്മാരെ കള്ളന്മാരും മോശക്കാരും മാരണക്കാരുമാക്കാനുള്ള കളി നടന്നുകൊണ്ടിരിക്കുന്നു. കള്ളനാണയങ്ങൾ ഉണ്ടെങ്കിൽ കള്ളനാണയത്തെ തിരിച്ചറിയണം. കള്ളനാണയം ഉണ്ടാകും, നല്ല നാണയം ഉള്ളാടത്തെല്ലാം കള്ളനാണയം ഉണ്ടാവും. അതെവിടെയും ഉണ്ടാവും. നരേന്ദ്രമോദി 2000 പുതിയ നോട്ട് എന്നാണോ ഇറക്കിയത് അന്നാണ് 2000 കള്ളനോട്ടും ഇറക്കിയിട്ടുണ്ടാവുക. അതാരിറക്കി? അല്ലാഹു അഅലം. രണ്ടും ഒരേ ആഴ്ച പിടിച്ചിട്ടുണ്ട്. നല്ല നോട്ട് പ്രചരിച്ച അതേ ആഴ്ച കള്ളനോട്ട് പിടികൂടി എന്നതാണ് അത്ഭുതകരമായ സംഗതി. അതില്ലാതാക്കാൻ പറ്റൂല. കള്ളനോട്ട് നല്ല നോട്ടുണ്ടെങ്കിൽ കള്ളനോട്ടുണ്ടാവും, അതുറപ്പാണ്. അത് തിരിച്ചറിവ് മനുഷ്യന്മാർക്ക് ഉണ്ടാവുന്നേ ഉള്ളൂ. കള്ളന്മാരുണ്ടാവും, കള്ളന്മാർ ഔലിയാക്കന്മാരായി വരും, അതൊക്കെ ഉറപ്പ്. അത് ഔലിയാക്കന്മാർ കള്ളന്മാരായതുകൊണ്ടല്ല, കള്ളന്മാർ ഔലിയാക്കന്മാരായി ചമയുന്നു എന്നേ ഉള്ളൂ. അങ്ങനെയാണ്. അതെന്തിനും കള്ളന്മാരുണ്ടാവും. ഡ്രൈവർമാരുടെ കൂട്ടത്തിൽ കള്ളന്മാരുണ്ടാവും,
അത് ഡ്രൈവർ കള്ളനായതല്ല, കള്ളൻ ഡ്രൈവറായതാണ്. മൂല്യമാര് കള്ളന്മാരായി അങ്ങനെയല്ല, മൂല്യമാര് കള്ളന്മാരാവില്ല, കള്ളം മൂല്യരാവും. അങ്ങനെയാണ്, രണ്ടും വ്യത്യാസമുണ്ട്. മൂല്യര് കള്ളനാവില്ല. മൂല്യര് കള്ളനാണ് പ്രശ്നമില്ല, കള്ളന് തലയെ കെട്ട് കിട്ടും. മൂല്യരെന്ന് പറഞ്ഞാൽ പടച്ചവനെ പേടിക്കുന്നവനാണ്. അള്ളാഹിനെ പേടിക്കുന്നവരെ യഥാർത്ഥ മൂല്യരനെ ആവുള്ളൂ. യഥാർത്ഥ ഖായിഫാണ്. ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. അല്ലാഹു നാഫിഅ ഇൽമിനെ തരട്ടെ. ഇന്നമാ ഇങ്ങോട്ട് നോക്കി ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. അള്ളാഹുവിൻ്റെ അടിമകളിൽ അള്ളാഹുവിനെ പേടിക്കുന്നവർ ആലിമീങ്ങളാണ് എന്ന് പരിശുദ്ധ ഖുർആൻ. അപ്പം മൂല്യര് ഒരിക്കലും കള്ളനാവില്ല, ഒരിക്കലും മൂല്യര് കള്ളനാവില്ല. പക്ഷെ എന്തുണ്ടാവും? കള്ളന്മാർ തലയെ കെട്ടി നടക്കും. അത് മൂല്യരാണെന്ന് വിചാരിക്കണ്ട. അത് ഏറ്റവും കൂടുതൽ എവിടെയാണോ ലാഭം കിട്ടുക ആ കോലത്തിലൊക്കെ മനുഷ്യൻ കള്ളന്മാരിറങ്ങും. അത് ചിലപ്പോൾ കരിവായിൽ വാരിത്തേച്ചിറങ്ങും, ചിലപ്പോൾ വെള്ളക്കുപ്പായിട്ടിറങ്ങും, ചില കോലത്തിലും കള്ളന്മാർ വരും. എൻ്റെ വല്യമ്മ പറയും ശൈത്താൻ പല കോലത്തിലും വരും എന്നതുപോലെ അത് പല കോലത്തിലും വന്നു. അല്ലാതെ അല്ല, ഔലിയാക്കന്മാരെ അവരാണ് പ്രബോധനത്തിൻ്റെ അടിസ്ഥാനം. ഒരെമ്മ മക്ബറുമല്ല, ഒരു സാക്കിർ നായിക്കുമല്ല, ഒന്നുമല്ല. ഞാൻ അവരുടെ മേൽ കരിനിയമം ചുമത്താവും എന്നതിന് അനുകൂലിയല്ല. പക്ഷേ ഇതൊക്കെയാണ് പ്രബോധനം എന്നിപ്പോൾ മുസ്ലിം രാഷ്ട്രീയ നേതാക്കന്മാർ പോലും ധരിച്ചു പോയ ഭീമമായ അബദ്ധത്തിൻ്റെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അത് തെറ്റാണ്. അവരുടെ പ്രബോധനമല്ല. ഇവർക്കൊക്കെ ഈ വിവരം അറിയുന്നതിനേക്കാൾ കൂടുതൽ ഈ വിവരം അറിയുന്ന ആളായിരുന്നു ശംസുൽ ഉലമ റഹിമഹുല്ലാഹ്. പ്രശ്നമുണ്ടായപ്പോൾ ഇടപെട്ടു എന്നല്ലാതെ നാടാകെ കുറ്റിയും പൊറുക്കി നാടാകെ അന്യസമുദായക്കാരെ ചീത്ത പറയാൻ നടന്നിട്ടില്ല. അതുകൊണ്ട് അന്യസമുദായക്കാർക്ക് ആ കാലഘട്ടത്തിൽ മുസ്ലിം സമുദായത്തിന് മേൽ പ്രയാസവും ഇല്ല. ചിന്തിക്ക്. പ്രബോധനം നമുക്ക് തോന്നിയതല്ല, നമുക്ക് തോന്നിയ ശൈലിയല്ല പ്രബോധനം. അള്ളാഹു സമ്മതം കൊടുത്ത വഴിയിൽ മാത്രമേ പ്രബോധനം പറ്റൂ. പ്രബോധനത്തിന് സമ്മതം വേണം. അതേതാ സമ്മതം കൊടുത്തവർ? സിറാത്തുല്ലദീന അൻഅംത അലൈഹിം. അവരെന്താ ചെയ്തത്? അവർ നല്ലവരായി. അപ്പോൾ ആളുകളൊക്കെ നല്ലവരായി. അൽ-ഹസനു സഞ്ചരി ഖാജ ഹിജ്റ 537 സഞ്ചരിൽ ജനിച്ച ലോകത്തിന്റെ വിളക്കാണ് അൽ-ഹസനു സഞ്ചരി. ആ ഹസനു സഞ്ചരി ഹിജ്റ 537 സഞ്ചരിൽ ജനിച്ച ലോകത്തിന്റെ ഘനകവിളക്കാണ് അൽ-ഹസനു സഞ്ചരി. ഇറാനിലെ സഞ്ചരിൽ ജനിച്ച ഹസൻ ഇന്ത്യയിൽ വന്നപ്പോൾ 90 ലക്ഷം ഹിന്ദുക്കൾ മുസ്ലിമായി. 90 ലക്ഷം ഹിന്ദുക്കൾ മുസ്ലിമായി. ഹസനു സഞ്ചരി ഇന്ത്യയിൽ വന്നപ്പോൾ 90 ലക്ഷം, 90 ലക്ഷം. വാദപ്രതിവാദമല്ല, ലഘുലേഖയല്ല, കേസറ്റ് അച്ചടിച്ചതല്ല, ഒന്നുമല്ല. അങ്ങോട്ട് വന്നപ്പോൾ എല്ലാവർക്കും അത് ബോധ്യപ്പെട്ടത് പടച്ചോൻ്റെ ആളെന്നെ. അങ്ങോട്ട് മുസ്ലിമായി, എല്ലാവരും മുസ്ലിമായി. ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരെത്തി. ധാരാക്കട്ടിലെ രാജാവിൻ്റെ മകൾ 10-18 വയസ്സുള്ള അതിസുന്ദരിയായ പെണ്ണ് വന്ന് ശപഥം ചെയ്തു. അപ്പോഴത്തിന് ഖാജാക്ക് 10-60 വയസ്സാണ്. ഞാൻ മുസ്ലിം ആകാൻ തീർച്ചയാക്കിയിട്ടുണ്ട്, പക്ഷേ എന്നെ ഖാജ കല്യാണം കഴിക്കണം. അന്ന് ഖാജാക്ക് വയസ്സ് 60 കഴിഞ്ഞ്. ധാരാക്കടി രാജാവിൻ്റെ മകൾ അതിസുന്ദരിയായ പെണ്ണ് വാശി പിടിച്ച് എന്നെ ഖാജ കല്യാണം കഴിക്കണം. നിർബന്ധാവസ്ഥയിൽ ആ പെണ്ണിനെ ഖാജ കല്യാണം കഴിച്ചു. അതിൽ ഖാജക്ക് കുട്ടികളുണ്ടായി. ചിന്തിക്ക്. മുസ്ലിമല്ല അവരൊന്നും. ഖാജയിലേക്ക് ഒഴുകുക. ഖാജ നിങ്ങൾ ചിന്തിക്കുക. ഖാജലോ ഇന്ത്യയിൽ ഒരു വാദപ്രതിവാദം നടത്തിയിട്ടില്ല. ഖാജ ഒരു സ്നേഹ സംവാദം നടത്തിയിട്ടില്ല. ഖാജ സ്റ്റേജ് മേൽ 3 ആളുകളെ കയറ്റിയിരുത്തിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തർക്കിച്ച് നടന്നിട്ടില്ല. ഒന്നുമില്ല. അത് തെറ്റോ ശരിയോ എന്നുള്ളതല്ല, തെറ്റ് ശരി എന്നതിനേക്കാൾ മൂല്യം അതാണ് മർമ്മം എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും കൂടെ ബേജാറാകരുത്. ദീനിൻ്റെ പ്രബോധനത്തിൻ്റെ മർമ്മം നമ്മൾ സ്വാലിഹീങ്ങളായി തീരലാണ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. അപ്പോൾ അള്ളാഹിൻ്റെ സഹായം ഉണ്ടാകും. അപ്പോൾ എല്ലായിടത്തും നമ്മൾ അംഗീകരിക്കപ്പെടും. ഇനി നിങ്ങളെ ചിന്തിക്കണം, നമ്മൾ വളരെ ചിന്തിക്കും. ഖാജ 90 ലക്ഷം. ആരാണ് ഈ 90 ലക്ഷം? കൃപാണം തൂക്കി നടക്കുന്ന രജപുത്രന്മാർ. അരയിൽ വളഞ്ഞ ഒരു പീച്ചാങ്കുത്തിയും തൂക്കിയാണ് അവർ നടക്കുക. കൃപാണം തൂക്കി നടക്കുന്ന രജപുത്രന്മാർ. തോട്ടാക്കൊല്ലും. അങ്ങനത്തെ രജപുത്രന്മാരാണ്, വില്ലാളിപൂരന്മാരായ രജപുത്രന്മാരാണ് 90 ലക്ഷം ഖാജയുടെ അടുത്ത് വന്ന് മുസ്ലിമായത്. റളിയല്ലാഹു അൻഹു. ഉറക്കപ്പറ റളിയല്ലാഹു അൻഹു, റളിയല്ലാഹു അൻഹു. ഉറക്കപ്പറ റളിയല്ലാഹു അൻഹു. ചിന്തിക്കണം. എന്തേ? ഹസൻ അള്ളാന്റെ ആളാണ്. ഹസനോട് കളിക്കാൻ പറ്റില്ല എന്ന് എല്ലാവർക്കും മനസ്സിലായി. ഹസൻ പടച്ചോന്റെ ആളാണ്. ചിന്തിക്ക്. അജ്മീറിൽ ഒരു സ്ഥലത്ത് വന്ന് തമ്പടിച്ചു. അവിടെ വന്ന് അനാസാഗറിന്റെ പരിസരത്ത് വന്ന് തമ്പടിച്ച്. കാരണം അവിടുന്ന് ഉദു എടുക്കാനൊക്കെ സൗകര്യമുണ്ട്. അപ്പോൾ
രാജാവിൻ്റെ ആട്ടിടയന്മാർ വന്ന് ഒട്ടകമേക്കാർ വന്ന് പറഞ്ഞു, ഇവിടെ തമ്പടിക്കാൻ പറ്റൂല, ഇവിടെ ഞങ്ങൾ ഒട്ടകത്തെ കിടത്തുന്ന സ്ഥലമാണ്, ഒട്ടകത്തിനെ കിടക്കാൻ അപ്പുറത്തും ഇഷ്ടംപോലെ സ്ഥലമുണ്ട്, ഞങ്ങൾ സമ്മതിച്ചില്ല, ഇവിടെ നീങ്ങിപ്പോകണം എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, എന്നാ ഒട്ടകം അവിടെ കിടന്നോട്ടെ എന്ന് പറഞ്ഞു. ഹാജിയും സംഘവും അവിടുന്ന് അപ്പുറത്തേക്ക് മാറി. പിറ്റേന്ന് നേരം വെളുത്ത് ഒട്ടകം എണീച്ചില്ല, ഒട്ടകം അങ്ങനെ കിടക്കുന്നേ. ഒട്ടകത്തെ തീറ്റാൻ കൊണ്ടുപോകുന്ന ഇടയന്മാർ പല പണിയും നോക്കി, ഒട്ടകം എണീറ്റില്ല. അപ്പോൾ ഇന്നലെ വൈകുന്നേരവും ഹാജയും അനുയായികളും വന്ന സ്ഥലം മുടക്കിയത് ഇവർക്ക് ബോധ്യപ്പെട്ടു. ഹാജയുടെ കാൽക്കൽ പോയി വീണ് ഹാജയോട് പറഞ്ഞ് ഒട്ടകത്തെ എണീപ്പിച്ചു തരണം. അപ്പോൾ പറഞ്ഞു, ഒട്ടകത്തെ എണീപ്പിക്കാൻ എനിക്ക് കഴിയില്ല, അത് ഒട്ടകത്തിന്റെ ഉടമക്കാരനും ഭൂമിയുടെ ഉടമക്കാരനുമേ കഴിയൂ. ഭൂമിയിൽ ഒട്ടകം കിടക്കുന്നു, ഒട്ടകം എണീക്കുന്നില്ലെങ്കിൽ അത് ഇന്നെ കൊണ്ട് നടക്കുന്ന പണിയല്ല, എണീപ്പിക്കലിനെ കൊണ്ട് നടക്കൂല. എന്തുകൊണ്ട്? അത് ഭൂമിയുടെ ഉടമക്കാരനും ഒട്ടകത്തിന്റെ ഉടമക്കാരനും അത് ആൾക്ക് അതിൽ ഇടപെടാൻ കഴിയുള്ളൂ. ഞാൻ ഭൂമിയുടെ ഉടമക്കാരനുമല്ല, ഞാൻ ഒട്ടകത്തിന്റെ ഉടമക്കാരനുമല്ല എന്നാണ്. അപ്പോൾ പിന്നെ അതാരാന്ന് വെച്ചു, അതല്ലാഹുവാണ്. എന്നാ പിന്നെ ആ ആളെ തൃപ്തിപ്പെടുത്താനുള്ള വഴി എന്താന്ന് വെച്ചു, ആളെ തൃപ്തിപ്പെടുത്താൻ ആ ആളല്ലാതെ ഒരു ഇലാഹുമില്ല എന്ന് വിശ്വസിക്കണം എന്നാണ്. എന്നാ ഒട്ടകം നീക്കണം, എന്നാ എന്തു നീക്കുന്നോ ആ ആളതാണ് എല്ലാം. അപ്പോൾ പരിശുദ്ധ കലിമ ചൊല്ലിയ ഇടയന്മാർ കലിമ ചൊല്ലി സുബ്ഹാനല്ലാഹ്. അപ്പോൾ പിന്നെ എന്നാൽ അവനെ തൃപ്തിപ്പെടുത്താൻ ഞാൻ ഒരുക്കമാണ്, ഞങ്ങൾ ഒരുക്കമാണ്, ഞങ്ങൾ ഏകനായ ഇലാഹായ തമ്പുരാനെ അംഗീകരിക്കാൻ ഒരുക്കമാണ് എന്ന് ഇടയന്മാർ പറഞ്ഞു. അപ്പോൾ പിന്നെ ഒട്ടകത്തിന് പ്രയാസം ഉണ്ടാവുകയില്ല എന്ന് ഹാജയും പറഞ്ഞു. ഇവർ കലിമ ചൊല്ലിയതും ഒട്ടകം എണീറ്റ് പോയി. ആദ്യം നാട്ടിലാണ് പറഞ്ഞു, നാടങ്ങോട് വന്നു. മുഅ്മിനീങ്ങളെ ചിന്തിക്കണം. കോഴിക്കോട്ട് ഫ്രാൻസിസ് റോട്ടിൽ കിടക്കുന്ന ഒരു മനുഷ്യനുണ്ടല്ലോ, ഫ്രാൻസിസ് റോട്ടിൽ കിടക്കുന്ന ശൈഖിന്റെ പള്ളിയിൽ കിടക്കുന്ന ഒരാളുണ്ടല്ലോ, അബുൽ വഫാ ശംസുദ്ദീൻ മുഹമ്മദ് ഇബ്നു അലാഉദ്ദീൻ ഹിംസ് റളിയല്ലാഹു അൻഹു. അലാഉദ്ദീൻ ഹിംസിൽ നിന്ന് വന്ന് പൊന്നാനിയിൽ കപ്പലിറങ്ങിയിട്ട് കോഴിക്കോട്ടേക്ക് നടന്നപ്പോഴത്തിന് 1000 ഹിന്ദു കുടുംബങ്ങൾ മുസ്ലിമായി. നിങ്ങൾ ചിന്തിക്കുക. മുഅ്മിനീങ്ങളെ, ഞാൻ നീട്ടി പറയുന്നില്ല. അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമിനെ തരട്ടെ. അള്ളാഹു നമ്മെ മുത്തഖീങ്ങളിലും സാലിഹീങ്ങളിലും ഉൾപ്പെടുത്തട്ടെ. ഞാൻ നീട്ടി പറയുന്നില്ല, ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ചിന്തിക്കണം. പ്രബോധനത്തിന്റെ ആധാരം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ആരിഫീങ്ങളും ആരിഫീങ്ങളെ പിൻപറ്റിയ ജനങ്ങളുമാണ്. അവരാണ് പ്രബോധനത്തിന്റെ ആധാരം. അവരെ കൊണ്ട് ലോകത്ത് മാറ്റങ്ങൾ ഉണ്ടായി ഒന്നുമല്ല, അവരെ കണ്ടാൽ തന്നെ ജനങ്ങൾ ഉണ്ടാവും. സ്വഹാബത്ത് ഇവിടെ വന്നു, സ്വഹാബത്ത് വാദപ്രതിവാദമൊന്നും നടത്തിയിട്ടില്ല. സ്വഹാബത്തിനെ കണ്ടപ്പോഴത്തിന് ഇവിടുത്തെ ഹിന്ദുക്കൾ അവരുടെ ഭൂമി സ്വഹാബികൾക്ക് നൽകി, വീട് വെച്ചു കൊടുത്തു, മക്കൾ മതം മാറ്റി ഇസ്ലാം മതം വിശ്വസിപ്പിച്ച് പെണ്ണ് കെട്ടിച്ച് കുടുംബമാക്കി കൊടുത്തു, പിന്നെയോ പള്ളി ഉണ്ടാക്കി കൊടുത്തു. എല്ലാം ഹിന്ദുക്കൾ ചെയ്തു, എല്ലാം ചെയ്തു ഹിന്ദുക്കൾ. ഹിന്ദുക്കൾ സ്വന്തം മക്കളെ കലിമ ചൊല്ലിപ്പിച്ച് സ്വഹാബികൾക്ക് കെട്ടിച്ചു കൊടുത്തു. പിന്നെയോ വീട് വെച്ചു കൊടുത്തു, പിന്നെയോ ആരാധിക്കാൻ പള്ളി ഉണ്ടാക്കി കൊടുത്തു. ആര്? ശുദ്ധ ഹിന്ദുക്കൾ, ബ്രാഹ്മണന്മാര്, നമ്പൂതിരിമാര്, നായന്മാര്. കേരളത്തിൽ എന്ത് വാദപ്രയോഗം നടത്താൻ വന്നവരല്ലോ, അവർ നല്ലവരായിരുന്നു. അവരെ കണ്ടപ്പോൾ കൊണ്ട് ഒഴുകി ജനങ്ങൾ. ഈ അന്യസമുദായക്കാരോട് വാദപ്രതിവാദം നടത്തൽ ശരിയാണെന്നും തെറ്റാണെന്നും ഈ പറഞ്ഞ അർത്ഥമില്ല, അത് വേറെ വിഷയമാണ്. ഞാൻ പറയുന്നത് ഇത് പ്രബോധനത്തിന്റെ ശൈലിയല്ല. പ്രബോധനത്തിന്റെ ശൈലി നമ്മൾ അള്ളാഹിനെ പേടിച്ച് ജീവിക്കണം, അപ്പോൾ ഇങ്ങോട്ട് ഒഴുകും. മലബാർ കണ്ട ഏറ്റവും വലിയ പ്രബോധകൻ, മധ്യകാലഘട്ടത്തിന് ശേഷം മലബാറിൽ ഏറ്റവും കൂടുതൽ ഇസ്ലാം മത പ്രബോധനം നടത്തിയ ആൾ മഹാനവായ മൗലദ്ദവീല ഖുതുബുസ്സമാൻ അസയ്യിദ് അലവിയിൽ മംബുറമി റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ ഒരു വാദപ്രതിവാദത്തിന് പോയിട്ടില്ല. പ്രധാനപ്പെട്ട കാര്യസ്ഥൻ കൊന്തുനായരാണ്. ചിന്തിക്കുക. കലിമയെല്ലാം വേണ്ടി ആളുകൾ ഇങ്ങോട്ട് വന്നാൽ തങ്ങൾ പാപ്പാൻ്റെ അടുത്തേക്ക് ആളുകളെ കൊണ്ടുപോയി എത്തിക്കൽ കൊന്തുനായരാണ്. കൊന്തുനായർക്ക് ഇത് വലിയ വിരോധമുണ്ട്, ഒരു വിരോധമില്ല. ഇങ്ങോട്ട് ഒഴുകി ജനം. എന്തേ മമ്പത്തെ തങ്ങൾ പടച്ചോൻ്റെ ആളാണെന്ന് കോന്തുനായർക്കും അറിയാം, കോന്തുനായരെ സമുദായത്തിനും അറിയാം. കളിയാട്ടുമുക്കിൽ തങ്ങളുള്ള കാലം അത്രയും കളിയാട്ടുമുക്കിൽ ഉത്സവം നിശ്ചയിച്ചു കൊടുത്തിരുന്നത് തങ്ങളാണ്. ഉത്സവത്തിന് ഡേറ്റ് തങ്ങൾ ഉറപ്പിക്കണം, എന്നാലേ അവർ ഉത്സവം നടത്തുള്ളൂ. എന്തേ അവരെന്ത് ചെയ്താലും തങ്ങൾ പടച്ചോൻ്റെ ആളാണെന്ന് അവർക്കൊക്കെ വിശ്വാസം ഉണ്ടായിരുന്നു. ഇതല്ലേ ചരിത്രം ജനങ്ങൾ. ഇതൊക്കെ മാറി മറിച്ച് വലിച്ചെറിഞ്ഞ് വഹാബികളെ പ്രൊജക്റ്റ് ചെയ്തിട്ട്
അവരെ കൊണ്ട് ഇങ്ങോട്ട് നടന്നിട്ട് അവരെ ജനങ്ങളൊക്കെ ഒരു സെക്കൻഡ് കൊണ്ട് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ ഗൂഢമായി നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നതിനെ ഗൗരവമായി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. എന്നാൽ അതേ സന്ദർഭത്തിൽ ഏതെങ്കിലും ഒരു മതവിശ്വാസിയെ ഒറ്റപ്പെടുത്താനുള്ള ഹീനമായ സർക്കാരിൻ്റെ ശ്രമത്തെ എല്ലാവരും ഒറ്റക്കെട്ടായി നേരിടുകയും വേണം. അതിവിടെ പറയുന്ന ഇതിൽപ്പെട്ടതല്ല, അത് വേറെ വിഷയമാണ്. പക്ഷെ അന്യ സമുദായക്കാരുടെ ഈർഷ്യതകൾ നമ്മുടെ സമുദായം ക്ഷണിച്ചു വരുത്തരുത്. ഇത് നമ്മളെ എല്ലാവരും കൈകാട്ടി സ്വീകരിച്ചിട്ട് വന്നതാണ്. നമ്മളിവിടെ എല്ലാവരും കേരളത്തിങ്കൽ മുസൽമാന്മാർ പശ്ചിമ പാരങ്ങളിൽ നിന്നോ വൻകടൽ ചീറും തിരമാലകൾ കടന്നോ ഹിമാലയമേറിയോ വന്നവരേറെയില്ലാന്നാ കുമാരനാശാൻ പോലും പറഞ്ഞു. കുറഞ്ഞ ആൾ ഇവിടെ വന്നു, പിന്നെന്തേ അവരെ മഹത്വം കണ്ടപ്പോൾ അങ്ങോട്ട് വന്നു കേറി. എല്ലാവരും അങ്ങനെയല്ലേ? എല്ലാവരും 220 അലിയുൽ കൂഫി പെരുങ്ങത്തൂര് വന്നു. ആ നാട്ടുരാജാവിൻ തന്റെ ഭൂമിയെ അലിയുൽ കൂഫിക്ക് വിട്ടുകൊടുത്തു. പരിസരത്തെ ഹിന്ദുക്കൾ മുസ്ലിമായി. അതല്ലേ പെരുങ്ങത്തൂർ അലിയുൽ കൂഫി. പാറപ്പള്ളിയിൽ പള്ളി ഉണ്ടാക്കി കൊടുക്കുകയും മഹല്ലിന് വേണ്ടി സംവിധാനം ചെയ്തു കൊടുക്കുകയും പള്ളി പരിസരത്ത് മുസ്ലിമീങ്ങൾ വന്ന് താമസിക്കുകയും മുസ്ലിമീങ്ങൾ ഹിന്ദുക്കളിൽ നിന്ന് അനവധിയായ ഹിന്ദുക്കളെ ഇസ്ലാം മതം വിശ്വസിക്കുകയും ചെയ്ത് നിങ്ങൾ ചിന്തിക്കണം. കുളത്തെ കുറിച്ച് കുറ്റിച്ചിറക്കുളമുണ്ട്. കുറ്റിച്ചിറക്കുളവുമുണ്ട്, മാനാഞ്ചിറക്കുളവുമുണ്ട്. കോഴിക്കോട്ട് ശംസുൽ ഉലമ ഈ 2 കുളത്തിന്റെയും ചരിത്രം പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. കുളമുണ്ടാവുക, താമസിക്കുന്നിടത്ത് കുളമുണ്ടാവുക എന്നത് മുസ്ലിമീങ്ങളുടെ രീതിയല്ല, അത് ഹിന്ദുക്കളുടെ രീതിയാണ്. കുറ്റിച്ചിറക്കുളം അസലുണ്ടാക്കിയത് ഹിന്ദുക്കളാണ്. പരിസര വീടുകളോ ഹിന്ദുക്കൾ, എല്ലാവരും ഹിന്ദുക്കൾ. പക്ഷേ അല്ലാഹുവിന്റെ സുദ്ദീഖീങ്ങൾ ആരിഫീങ്ങളും വന്ന് താബിഈങ്ങൾ ലോകം കണ്ട തുറമുഖമായിരുന്ന ഒരു കാലഘട്ടത്തിൽ കോഴിക്കോട് വലിയ വലിയ പടച്ചോന പേടിയുള്ള മനുഷ്യന്മാര് കോഴിക്കോട് അടിക്കടി വന്ന് കപ്പലിറങ്ങിയപ്പോൾ ഈ ഹിന്ദുക്കളെല്ലാം ഈ പടച്ചോന പേടിയുള്ള ദൈവത്തിന്റെ ആളുകളെ കണ്ട് മനസ്സ് മാറി അവരിലേക്ക് അങ്ങനെ ലയിച്ച് അവസാനം കുറ്റിച്ചിറ മുഴുവനും മുസ്ലിമായി. അപ്പോൾ പിന്നെ അത് കുറ്റിച്ചിറപ്പള്ളിയുടെ കുളമായി. ചരിത്രം എങ്ങനെയാണെന്ന് ശംസുൽ ഉലമ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇതൊരു വാദപ്രതിവാദമല്ല, ഇത് നല്ല നല്ല മനുഷ്യന്മാരെ കണ്ട് ഒഴുകും. ഇന്ന് മാനാഞ്ചിറക്കുളം ഉണ്ടാകാൻ കാരണം എന്താ? ഈ മാനാഞ്ചിറക്കുളത്തിന്റെ അസരി എന്താ? അത് മാനവിക്രമന്റെ ഭൂമിയല്ലേ? ഒരിക്കൽ നടക്കാനിറങ്ങിയതാണ് സയ്യിദ് ജിഫ്രി റഹ്മത്തുള്ളാഹി അലൈഹി. കയ്യിൽ ഒരു വടിയുണ്ടായിരുന്നു. ആ വടി ഇങ്ങനെ ചൂണ്ടിയിട്ട് പറഞ്ഞു, കോഴിക്കോട് വെള്ളക്ഷമമുള്ള കാലമാണ്. അപ്പോൾ സയ്യിദ് ജിഫ്രി റഹ്മത്തുള്ളാഹി അലൈഹി ഇങ്ങനെ ചൂണ്ടിയിട്ട് പറഞ്ഞു, അവിടെ ഒരു കുളം കുഴിക്കാൻ രാജാവ് തയ്യാറാവുകയാണെങ്കിൽ എക്കാലത്തും കോഴിക്കോട്ടേക്ക് അരുക്കാ വെള്ളം മടിയാകും. ഇതറിഞ്ഞപ്പോൾ മാനവിക്രമൻ രാജാവ് തിരുമനസ് നേരെ ജിഫ്രി തങ്ങൾ പാപ്പയുടെ അടുത്തേക്ക് ഭൃത്യന്മാരെ പറഞ്ഞേച്ച് രാജാവ് തിരുമനസ്സയച്ചതാണ്. അവിടുന്ന് കുറ്റിയടിച്ചു കൊടുക്കുക എങ്കിൽ ഭൂമി വിട്ടുകൊടുക്കും കുളമുണ്ടാക്കാൻ. അവിടുന്ന് എവിടെയാണോ ഉപയുക്തമായ സ്ഥലം നോക്കിയിട്ട് അവിടത്തോട് കുറ്റിയടിക്കാൻ, നല്ല മുഹൂർത്തം നോക്കി കുറ്റിയടിക്കാൻ അവിടത്തോട് കൽപ്പിച്ചിട്ടുണ്ടെന്ന് രാജഭൃത്യന്മാർ വന്നിട്ട് മഹാനായ സയ്യിദ് ജിഫ്രി തങ്ങളോട് പറഞ്ഞു. സയ്യിദ് ജിഫ്രി നല്ല നേരം നോക്കി കുറ്റിയടിച്ചു. കുറ്റിയടിച്ച വിവരം ടിപ്പു സുൽത്താൻ അറിഞ്ഞപ്പോൾ ആളുകൾ അങ്ങോട്ട് പറഞ്ഞയച്ചു. എല്ലാവരും കൂടി ഉണ്ടാക്കി മാനാഞ്ചിറക്കുളം. മാനവിക്രമൻ ഭൂമി വിട്ടുകൊടുത്തതുകൊണ്ട് മാനാഞ്ചിറ എന്ന പേരിൽ അറിയപ്പെട്ടു. ഇന്നും നാട്ടിലെവിടെ വെള്ളം പറ്റിയാലും ആ കാലത്തിൽ വെള്ളം പറ്റാറില്ല. അത് സയ്യിദ് ജിഫ്രിയുടെ ക്രമത്താണ്. ഇതല്ലേ ഇവിടുത്തെ ചരിത്രം. മുഅ്മിനീങ്ങളെ, നമ്മൾ അല്ലാഹുവിന്റെ ആളായാൽ നരേന്ദ്രമോദിയും നമ്മളെ പേടിക്കേണ്ടി വരും. മൻ ഖാഫല്ലാഹ ഖാഫഹു കുല്ലു ഷൈ. നമ്മൾ അല്ലാഹുവിന്റെ ആളായാൽ അവർ നമ്മളെ പേടിക്കേണ്ടി വരും. നമ്മൾ അല്ലാഹുവിന്റെ ആളാവണം. പേടിച്ചിട്ടില്ലേ? മോത്തിലാലിന്റെ പേരക്കുട്ടി എണീറ്റുന്നില്ലേ ഇന്നര? മോത്തിലാൽ ആരാ? മോത്തിലാൽ ബ്രിട്ടീഷ് വൈസ്രോയിയോട്, മൗണ്ട് ബാറ്റനോട് നിങ്ങൾ ഇന്ത്യ വിൽക്കുമെങ്കിൽ ജോർജിനോട് അതിന്റെ അളവെടുത്തിട്ട് എത്രയാണ് പണമെന്ന് പറയൂ എന്ന് പറഞ്ഞ ആളാണ് മോത്തിലാൽ. അത്ര വലിയ പണക്കാരനാണ് മോത്തിലാൽ. ആ മോത്തിലാലിന്റെ പേരക്കുട്ടിയല്ലേ കോഴിക്കോട്ടെ ഫക്കീർ പോയപ്പോൾ എണീറ്റുന്നത് സയ്യിദ് റഹ്മാൻ ബാഫക്ക്. എന്തേ? മൻ ഖാഫല്ലാഹ ഖാഫഹു കുല്ലു ഷൈ. ഒരാൾ അല്ലാഹുവിനെ പേടിച്ചാൽ എല്ലാവരും അവരെ പേടിക്കേണ്ടി വരും. അല്ലാഹു നാഫിയ ഇൽമിനെ തരട്ടെ. ചരിത്രമല്ലേ മുഅ്മിനീങ്ങളെ? ഇത് ചരിത്രമല്ലേ? ചിന്തിക്ക് മുഅ്മിനേ, ഇത് ചിന്തിക്ക്. ഇത് ചരിത്രമല്ലേ? ചിന്തിക്ക്. മോത്തിലാൽ പറഞ്ഞു, മോത്തിലാലിന്റെ പേരക്കുട്ടിയല്ലേ ബഹുമാനിച്ചത്. എന്തുകൊണ്ട്? മൻ ഖാഫല്ലാഹ ഖാഫഹു കുല്ലു ഷൈ.
പ്രബോധനം നടത്തിയത് ആരാ? ലോകത്ത് അള്ളാഹു ബഹുമാനിച്ച മഹാന്മാർ. നിലവേറും തൊഴുതോളെ 40 ആണ്ടോളം സുബ്ഹ് തൊഴുതോവർ. ഇശ നിസ്കരിച്ച ഉളൂ കൊണ്ട് 40 കൊല്ലം സുബ്ഹ് നിസ്കരിച്ചു ആ ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി വറക്കബറ റളിയല്ലാഹു അൻഹു. ഇശായുടെ ഉളൂ കൊണ്ട് ആ സുബ്ഹ് നിസ്കരിച്ചത്. തബഖാത്തിൽ കാണാം, കാന യുസല്ലി സുബ്ഹ ബിവുളൂഇൽ ഇശാഇ 40 സന. ഇശ നിസ്കരിച്ച ഉളൂ കൊണ്ട് സുബ്ഹ് നിസ്കരിച്ച 40 കൊല്ലം. ഔസുൽ ആലം മുഹീദ്ദീൻ, ബഹുമാനപ്പെട്ട ഔസുൽ ആലം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു. ഒന്നരായ ഉസ്താദ് നമ്മുടെ വേദിയിലേക്ക് വരുന്നുണ്ട്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹി. മോമിനിങ്ങളെ ഞാൻ നീട്ടി പറയുന്നില്ല. പ്രബോധനത്തിൻ്റെ ബേസ് തകർക്കാനുള്ള ഗൂഢമായ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവരും തിരിച്ചറിയൽ വളരെ വലിയ അത്യാവശ്യമാണ്. ചിന്തിക്കണം. മുജാഹിദ് പ്രവർത്തകനായ എം അക്ബറിനെ പോലീസ് വേട്ടയാടുക എന്നതിനെ സുന്നികൾ യോജിക്കുന്ന കാര്യമല്ല. അത് എം അക്ബർ മാത്രമല്ല, ആരെയും പോലീസ് വേട്ടയാടാൻ പാടില്ല. രാജ്യത്തിൻ്റെ ഫണ്ടമെൻ്റൽ നിയമങ്ങളിൽപ്പെട്ടതാണ് മതപരമായ മൗലിക അവകാശങ്ങൾ. ഏത് മതം സ്വീകരിക്കാനും പ്രബോധനം ചെയ്യാനുമുള്ള അവകാശങ്ങളും അധികാരങ്ങളും ഇവിടെ ഇന്ത്യ ഒരു പരമാധികാര റിപ്പബ്ലിക്കായപ്പോൾ അതിൻ്റെ ഭരണഘടനയുടെ ബേസിക് ഫണ്ടമെൻ്റൽ റൈറ്റ്സാണ്, ഏറ്റവും അടിസ്ഥാന പ്രമാണങ്ങളാണ്. അതേ സമയത്ത് ഈ എം അക്ബറിനെ പോലെ ആളുകൾ ചെയ്യുന്നതാണ് ഇസ്ലാം മത പ്രബോധനം എന്ന് ധരിക്കരുത്. അത് തെറ്റാണ്. അത് ഇസ്ലാമിക പ്രബോധനത്തിൻ്റെ രീതിയല്ല. അന്യ സമുദായക്കാരെ വേദികളിൽ വിളിച്ച് ആക്ഷേപിക്കുകയും അവരെ കൊച്ചാക്കുകയും ചെയ്യുക എന്നതല്ല പ്രബോധനം. ഇവിടെ കാണിച്ചത് അസ്ഹാബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവരിവിടെ മറ്റുള്ളവരോട് വാദപ്രതിവാദം നടത്തുകയല്ല ചെയ്തത്. അവർ നല്ലവരായി ജീവിച്ചപ്പോൾ അവർ ദൈവത്തിൻ്റെ ആളുകളാണെന്ന് ഹിന്ദുക്കൾക്ക് ബോധ്യപ്പെട്ടപ്പോൾ ഇസ്ലാമിലേക്ക് ഒഴുകി വന്നതാണ്. അപ്പോൾ പ്രബോധനത്തിൻ്റെ മാനദണ്ഡം അന്യ സമുദായക്കാരെ മേക്കിട്ടുകാരല്ല. പ്രബോധനത്തിൻ്റെ മാനദണ്ഡം സ്വാലിഹ്യങ്ങളായ മുൻഗാമികളെ പിൻപറ്റി നമ്മൾ ശുദ്ധരായി ജീവിക്കലാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് പോലും റീഡിങ്ങിൽ പിഴച്ചു പോകുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ. ഇത്തരം ആളുകളെ നമ്മുടെ ആളുകൾ പോലും വലിയ വാളിയിലെ വലിപ്പത്തരം വിളിച്ച് പറയുന്നത് കേൾക്കാം. ഒരു ലൈനുമില്ലാതെ ആളുകൾ സംസാരിക്കും. ഇവിടെ ഈ വിഷയം എന്നാൽ സമുദായത്തിന് മേക്കെട്ട് കയറാൻ ആരെങ്കിലും വന്നാൽ അവരെ വെറുതെ വിടുകയും ഇല്ല. ഇവരെക്കാൾ ഈ വിവരം അറിയുന്ന ആളായിരുന്നു ശംസുൽ ഉലമ റഹിമഹുല്ലാ. എന്നാൽ നാട്ടിലെവിടെയും ഒരു കുഴപ്പത്തിനും അവർ നേതൃത്വം നൽകിയില്ല. എന്നാൽ മഞ്ചേരിയിലും എടക്കരയിലും സമുദായത്തിൻ്റെ അടിക്കല്ല് പൊളിക്കാനുള്ള ചില ശ്രമങ്ങൾ ഫാദർ അലവിയെ പോലെയുള്ള ആളുകൾ ചെയ്തപ്പോൾ അവരെ ശംസുൽ ഉലമ വിട്ടതുമില്ല. മഞ്ചേരിയിൽ 2 ദിവസം പ്രസംഗം നടത്തിയപ്പോൾ ഫാദർ അലവി കെട്ടുകെട്ടി. പിന്നെ ഫാദർ അലവി എവിടെയുണ്ട് എന്ന് ആരും അറിഞ്ഞിട്ടില്ല. എടക്കരയിൽ 40 കുടുംബം അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് നേരെ മാറിപ്പോയപ്പോൾ 2 ദിവസം എടക്കരയിൽ വന്ന് സംസാരിച്ചു മഹാനായ ശംസുൽ ഉലമ റഹിമഹുല്ലാ. അതോടുകൂടി ഈ ആളുകൾക്ക് മാനസാന്തരം ഉണ്ടായി, അള്ളാഹിന്റെ ദീനിലേക്ക് തിരിച്ചു വന്നു. എന്നാൽ മുമ്പും പിമ്പും ഇവിടെ മറ്റുള്ള സമുദായക്കാരെ മേക്കെട്ട് കയറാൻ ശംസുൽ ഉലമ നടന്നിട്ടുണ്ടോ? അതില്ല. ചിന്തിക്ക്. നമ്മൾ 80% ഹിന്ദുക്കളുള്ള ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം. ഹിന്ദു ജനത എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യ രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ജനതയാണ്.
അവർക്ക് കരണീയരായ, അവർക്ക് ദൈവത്തിന്റെ ആളുകൾ എന്ന് ബോധ്യപ്പെട്ടു പോയ ആളുകളാണ് ഇവിടെ വന്ന സ്വഹാബികളും തബഈങ്ങളും ആരിഫീങ്ങളും ഔലിയാക്കന്മാരും സയ്യിദന്മാരും. അവരാണ് ഈ മതത്തിന് ഇത്രയേറെ 14 കോടി മുസ്ലിമീങ്ങൾ ഇന്ന് ഇന്ത്യയിൽ ഉണ്ട് എന്നത് ഔദ്യോഗിക ഭാഷയാണ്. അത്രയൊന്നുമല്ല, ഔദ്യോഗിക ഭാഷ പലപ്പോഴും ചുരുങ്ങും. അത്രയൊന്നുമല്ല, ചിലപ്പോൾ അതിനിരട്ടി മുസ്ലിമീങ്ങൾ ഇവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇവരെല്ലാം ഇവിടെ ഉണ്ടായതെന്താ? ചില ആളുകളാണ് മക്കായിൽ നിന്നും മദീനായിൽ നിന്നും ഹിംസിൽ നിന്നും തെരീമിൽ നിന്നും വന്നത്. ബാക്കിയുള്ളവർ അവരുടെ മഹത്വം കണ്ട് അള്ളാഹുവിന്റെ ദീനിലേക്ക് ഒഴുകി വന്നതാണ്. ഇതാണ് ഇവിടെ അടിത്തറ. ഇത് നമ്മൾ ചിന്തിക്കണം. അടിത്തറ പൊളിച്ച് കളയരുത്. അടിത്തറ പൊളിഞ്ഞു പോകുന്നത് എല്ലാവരും ശ്രദ്ധിക്കണം. ഏത് കാലഘട്ടത്തിലും ഇങ്ങനത്തെ സ്വാലിഹീങ്ങൾ വന്നപ്പോൾ ആ സ്വാലിഹീങ്ങളെ കൊണ്ട് നടക്കാത്ത ഒരു കാര്യവുമില്ല എന്ന് ബോധ്യപ്പെട്ടു. ആയിഷയിൽ ഒരിക്കൽ ഓടേണ്ട സൂറത്താണ് ബഹുമാനപ്പെട്ട അൽ കഹ്ഫ്. അത് അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരായ അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രമാണ്. ലോകം കണ്ട പ്രബോധകരിൽപ്പെട്ട ഒരു വിഭാഗം ഈ അസ്ഹാബുൽ കഹ്ഫാണ്. അവരെ കൊണ്ട് ഈ ചരിത്രം വായിച്ച് എത്രയെത്രയോ ആളുകൾ ഇസ്ലാമിൽ വന്നിട്ടുണ്ട്. എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ഓടേണ്ട സൂറത്താണ് ഏത്? സൂറത്തു യാസീൻ. كان يدوم النبي صلى الله عليه وسلم على قراءة ياسين صباحا ومساء. രാവിലെയും വൈകുന്നേരവും യാസീൻ ഓടുന്ന പതിവുണ്ടായിരുന്നു മുസ്തഫ നബിക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം. യാസീന്റെ ചരിത്രം ഹബീബുൻ നജ്ജാർ എന്ന വലിയുടെ ചരിത്രമാണ്. وجاء من أقصى المدينة رجل يسعى قال يا قوم اتبعوا المرسلين. അതിന്റെ അടി പറയുന്നുണ്ട് قيل ادخلوا الجنة قال يا ليت قومي يعلمون بما غفر لي ربي وجعلني من المكرمين. അതൊരു വലിയുടെ കഥയാണ് യാസീൻ. മറ്റൊരു വലിയുടെ കഥയാണ്. 7 ഓളം ഔലിയാക്കന്മാരെ കഥയാണ് അൽ കഹ്ഫെങ്കിൽ ആയിഷയിലോടണം. ഒരു മഹാവലിയുടെ ചരിത്രമാണ് യാസീൻ. ഏതാണ് ആ വലിയ? അന്നാസിഹു ഹയ്യൻ വമയ്യിതൻ സ്വാഹിബു യാസീൻ എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ. നസീഹത്ത് പറഞ്ഞുകൊണ്ട് ജീവിച്ച്, നസീഹത്ത് പറഞ്ഞുകൊണ്ട് മരിച്ചിട്ടും നസീഹത്ത് പറഞ്ഞ് സ്വർഗത്തിൽ കയറിയിട്ടും വഅള് പറഞ്ഞ ഒരാൾ ചരിത്രത്തിലുണ്ടായത്. സ്വർഗത്തിൽ കയറിയിട്ടും വഅള് പറഞ്ഞു, വഅള് സ്വർഗത്തൊന്നും പറഞ്ഞു. ഏതാ വഅള്? قال يا ليت قومي يعلمون بما غفر لي ربي وجعلني من المكرمين. സ്വർഗത്തിൽ കയറിയും വഅള് പറഞ്ഞു സ്വാഹിബു യാസീൻ. യാസീനിൽ പറഞ്ഞ വലിയ സ്വർഗത്തിൽ കയറിയിട്ടും വഅള് പറഞ്ഞു എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് രാവിലെയും വൈകുന്നേരം ഓദിപ്പിച്ചത് ഔലിയാക്കന്മാരെ കഥ മനസ്സിലോർക്കാൻ വേണ്ടിയാണ്. ഇതൊക്കെ മറന്നിട്ട് ഇതെല്ലാം വിസ്മരിച്ചിട്ട് ഇന്നിക്കുള്ള കൊമ്പമീശക്കാരും മറ്റും ചാടിപ്പുറപ്പെട്ട് നടത്തുന്ന കളികളാണ് ഇസ്ലാമിക ദഅവത്ത് എന്ന് വിചാരിക്കരുത്. ആ ദഅവത്ത് ഇസ്ലാമിക രീതിയല്ല. ഇസ്ലാമിക രീതി എന്നാൽ പ്രബോധനം മറ്റുള്ളവരിലെത്താനുള്ള ഏറ്റവും വലിയ മാനദണ്ഡം നമ്മൾ നല്ലവരായി ജീവിക്കലാണ്. അപ്പോൾ നമ്മെ അറിയാൻ എല്ലാവരും ശ്രമിക്കും. അറിഞ്ഞിട്ടുണ്ട്. എല്ലാവരും മാറും. ലോകത്ത് വലിയ മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. സ്വാലിഹീങ്ങൾ ഉണ്ടെങ്കിൽ ലോകത്ത് ഏറ്റവും വലിയ മാറ്റമുണ്ടാക്കിയത് മൈക്കയിലുള്ള വഅള് കൊണ്ടല്ല. അത് നല്ലതല്ലേ? നല്ലതൊക്കെ തന്നെയാണ്. പക്ഷെ വലിയ കാര്യം അള്ളാഹുവിന്റെ ആരിഫീങ്ങളുടെ സാന്നിധ്യമാണ്. ഞാൻ പറഞ്ഞില്ലേ, 70,000-ഓളം ആളുകളെ കൂട്ടത്തിൽ കള്ളന്മാരും കൊള്ളക്കാരും ഒരു വഅള് പറയുമ്പോഴത്തിന് 100 കണക്കായ ആളുകൾ ബോധം കെട്ട് വീഴാത്ത ഒരു വഅള് ഓതുലാളും പറഞ്ഞിട്ടില്ല. റളിയല്ലാഹു അൻഹു. ചിന്തിക്ക്. അത് തന്നെയല്ലേ സുൽത്താൻ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു. അവർ അള്ളാഹു പ്രബോധനത്തിന് നിശ്ചയിച്ചവരാണ്. അവർ 1-ാം ദിവസം തന്നെ അത് പ്രകടിപ്പിച്ചിട്ടുണ്ട്. 1-ാം ദിവസം തന്നെ. അല്ലെങ്കിൽ റമളാൻ 470 ഹിജ്റ 470 റമളാൻ 1-ന് ജനിച്ച കുട്ടി മദ്രസയിൽ പോയിട്ടില്ലല്ലോ. എന്റെ മുഴ തൊട്ട് തട്ടിയത്? മുഴ കുടിക്കൂല. എന്റെ അത് അല്ലാഹു നേരത്തെ ആലമുൽ അർവാഹിൽ വെച്ച് അവരെ തെരഞ്ഞെടുത്തതാണ്. അവർ ആലമുൽ അർവാഹിൽ വെച്ച് അള്ളാഹിന്റെ ദീനിന്റെ ഖാദിമീങ്ങളാണ്. അതെങ്ങനെ എന്ന് നമുക്കറിയില്ല. അത് മുക്കാശഫ കൊണ്ട് മുഷാഹദ കൊണ്ട് നേടുന്ന ഇൽമാണ്. നമുക്കത് ഇന്നപ്പോഴത്തെ ആളുകൾക്ക് അത് മനസ്സിലാവില്ല. പക്ഷെ അങ്ങനത്തെ ഒരു ഇൽമുണ്ട് എന്ന് എനിക്ക് മനസ്സിലാവും. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അവർക്ക് അവിടെ പണിയുണ്ട്. ദുനിയാവിൽ ഇറങ്ങുവാനായിട്ട് അല്ലാഹുവിലേക്ക് താരമൊളിണ്ടോവർ സുവർക്കം എനിക്കും ഞാൻ ബയ്യാൻ തുടർന്നോർക്കും സുഖത്തോടെ തന്നാൽ ഇറങ്ങാം ഞാൻ എന്നോവർ. ഹിജ്റ 500-ൽ ജനിച്ച് ഹിജ്റ 578-ൽ വഫാത്തായ ലോകം കണ്ട ആശിഖുർ റസൂലാണ് പ്രബോധനത്തിന്റെ കർമ്മവിധിയിലെ മറ്റൊരാൾ സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ അർ-റിഫായി റളിയല്ലാഹു അൻഹു. ഇവരൊക്കെ ലോകത്ത് മാറ്റമുണ്ടാക്കിയത് അല്ലാതെ ഞാനും എം അക്ബറും സാക്കിർ നായിക്കും അല്ല. നമുക്ക് അവരെ പിന്നാലെ ചെരുപ്പെടുത്ത് നടക്കുന്ന പണിയുള്ളൂ. അപ്പോൾ ലോകം മാറും. അള്ളാഹു തൗഫീഖ് തരട്ടെ. പ്രബോധനം നടത്തുന്നത് ഇന്നെപ്പോലത്തെ നീട്ടി വയറു പറയുന്ന ആളുകളാണെന്ന് ധരിക്കരുത്. നമ്മൾ അവരെ പിന്നാലെ നടന്നാൽ നമ്മൾ രക്ഷപ്പെടും. നമ്മൾ അവരെ പാട്ട് പാടിയാൽ നമ്മൾ നന്നാവും, അവരും നന്നാവും. അള്ളാഹു തൗഫീഖ് തരട്ടെ. നമ്മൾക്ക് തോന്നിയതുപോലെ നമ്മൾ വിളിച്ചു പറഞ്ഞാൽ നമ്മൾ ചേകനൂരാകും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. നമ്മൾ അവരെ മാർഗത്തിൽ പറഞ്ഞ സിറാത്തല്ലദീന എന്താ പാർക്കെന്ത് തിരിയാത്തത്? ഹിജ്റ 500-ൽ ജനിച്ചു. ജനിക്കുമ്പോൾ അവർ തന്നെ പറഞ്ഞത് ഭൂമിക്ക് ഇറങ്ങണമെന്ന് മലക്ക് പറഞ്ഞപ്പോൾ പറഞ്ഞ് എനിക്ക് എൻ്റെ പിന്നാലെ വരുന്നവർക്കും
അല്ലാഹു തആല സ്വർഗ്ഗത്തെ വാഗ്ദാനം ചെയ്യണം, വാഗ്ദാനം ചെയ്തു കൊടുത്തു. അങ്ങനെ തന്നെയല്ലേ വന്നത്? എന്തൊക്കെ അത്ഭുതങ്ങളാണ് കാട്ടിയത്. കണ്ടവര് മാറിയില്ലേ? കണ്ടവര് മാറിയില്ലേ? എല്ലാവരും മാറിയില്ലേ? ആ മജ്‌ലിസിൽ വന്നവർക്കൊക്കെ മനസാന്തരം ഉണ്ടായില്ലേ? എല്ലാവരും മാറിയില്ലേ? ഇഷ്കിന് മതിമറന്ന് മുത്തുനബിയുടെ പേരിൽ കവിത ചൊല്ലിയും പാടും, മതിമറക്കും. ബഗ്ദാദിൽ വന്ന് ഗൗസുൽ ആലം കുട്ടിക്കാലത്ത്, അപ്പോൾ പാട്ട് കേൾക്കാൻ സൗകര്യം ഗൗസുൽ ആലം ഉണ്ടാക്കി കൊടുത്തു. ഖാജക്ക് 24 വയസ്സുള്ളപ്പോഴാണ് ഗൗസുൽ ആലം വഫാത്താവുന്നത് റളിയല്ലാഹു അൻഹുമാ. ബഗ്ദാദിൽ വന്ന് ബഹുമാനപ്പെട്ട ഖാജ വലിയ തീർത്ഥാടകനാണ്, വലിയ യാത്രക്കാരനാണ്. അങ്ങനെ പോകും. ഖാജയുടെ ഉസ്താദും ബഗ്ദാദിൽ വന്നു. ഹിജ്റ ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം ജീവിച്ചിരിക്കുന്ന കാലത്ത്. അപ്പോൾ ഗൗസുൽ ആലം എന്ത് ചെയ്ത്? അവർ ആശിഖീങ്ങളാണ്, അവർക്ക് പാട്ട് കേൾക്കണം, മുത്തുനബിയെ പറ്റി പാട്ട് കേൾക്കണം. അപ്പോൾ ബഗ്ദാദിലുള്ള പാട്ടുകാരെ വിളിച്ചിട്ട് പാട്ട് പാടിക്കാൻ കൽപ്പന കൊടുത്ത് ആരും ഗൗസുൽ ആലം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. പാട്ടല്ല, മുസ്തഫ നബിയെ പറ്റി പാട്ട്, നിങ്ങൾ വിചാരിച്ച പാട്ടല്ല, ഹബീബിനെ പറ്റി പാട്ട്, അല്ലാഹുവിന്റെ ജലാലിയത്തിനെ പറ്റിയുള്ള പാട്ട്, മുഹമ്മദിന്റെ ജമാലിയത്തിനെ പറ്റിയുള്ള പാട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ ജലാലിയത്തും മുഹമ്മദിന്റെ ജമാലിയത്തും, അല്ലാഹുവേ അതിലേക്ക് കയറാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണമേ റബ്ബേ. അതിനെപ്പറ്റി പാട്ട് പാടിയപ്പോ മതിമറന്ന് ഗൗസുൽ ആലം എന്ത് ചെയ്ത്? പള്ളിയുടെ മൂലയിലുണ്ടായിരുന്ന ഇരുമ്പിന്റെ ദണ്ഡ് കൊണ്ടുവന്ന് കുത്തിപ്പിടിച്ചു നിന്ന് കുറെ നേരം. അവർക്കൊന്നും മനസ്സിലായില്ല. സദസ്സ് പിരിഞ്ഞപ്പോൾ ആളുകൾ ചോദിച്ചു, ബഹുമാനപ്പെട്ടവർ എന്തിനാണ് അങ്ങനെ ചെയ്തത്? അപ്പോൾ പറഞ്ഞേ, അല്ലാഹുവിന്റെ ജലാലിയത്തിലും ഹബീബിന്റെ ജമാലിയത്തിലും ഖാജ മതിമറന്നുപോയി. പാട്ട് കേട്ട് മതിമറന്നുപോയി. ഖാജ മതിമറന്നു പോയത് കൊണ്ട് ബഗ്ദാദ് അട്ടിമേൽ അട്ടിമറിയുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു പോയി. ആര് പറഞ്ഞു? ഗൗസുൽ ആലം പറഞ്ഞു റളിയല്ലാഹു അൻഹു. നമുക്കത് തിരിയില്ല. ആ ആൺകുട്ടി ഇന്ത്യയിൽ വന്നപ്പോൾ 90 ലക്ഷം ഹിന്ദുക്കൾ അടിയറവ് കെലിമ ചൊല്ലി. കുത്താൻ വന്നതല്ല, കൊല്ലാൻ വന്നതല്ല, ഒരു പീച്ചാങ്കുത്തിയും കൊണ്ട് വന്നതല്ല, പൈസ കൊടുക്കാൻ വേണ്ടി പെട്രോൾ വിറ്റ പൈസയും കൊണ്ട് നേരെ വണ്ടി കയറിയതല്ല. 1 ഉറുപ്പ്യല്ല കയ്യിൽ വരുമ്പോൾ. ഒരു വീശാൻ കെട്ടിയില്ല, ഒരു മലപ്പുറം കെട്ടിയില്ല, ഒരു വീശാൻ കെട്ടിയില്ല, ഒന്നുമില്ല, കേസറ്റില്ല, ലഘുലേഖല്ല, വാദപ്രതിവാദം നടത്താൻ മുളപടിയും കൊണ്ട് വന്നതല്ല. ആ കുട്ടി ഇങ്ങോട്ട് വന്നു. ആ കുട്ടി ഇങ്ങോട്ട് വന്നപ്പോൾ മാറിയില്ലേ? 90 ലക്ഷം ഹിന്ദുക്കൾ മാത്രം. എഡിറ്റോറിയൽ ബോർഡ് MK സാനു, സച്ചിദാനന്ദൻ, കേരളത്തിലെ പ്രഗത്ഭ സാഹിത്യകാരന്മാർ കൂടിയിറക്കുന്ന നാഷണൽ ബുക്ക് സ്റ്റാൾ കോട്ടയം. ഒരു മുസ്ലിം പോലും അതിലില്ല. അവർ പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകമുണ്ട്, വിശ്വവിജ്ഞാന കോശം. അതിൽ ഹാജയെ പറ്റി പറയുന്നുണ്ട്. ഈ മഹാൻ ഇന്ത്യയിൽ വന്നപ്പോൾ 90 ലക്ഷം ഹിന്ദുക്കൾ മുസ്ലിമായിട്ടുണ്ട്. നമ്മൾ മൂല്യമാർ എഴുതി കൊടുത്തതല്ല, അവരുടെ ചരിത്ര വിശദീകരണം അവരുടെ എഡിറ്റോറിയൽ ബോർഡ് എഴുതിയതാണ്. അവർ എഡിറ്റോറിയൽ ബോർഡിൽ എഴുതുന്ന അവരുടെ പുസ്തകം നാഷണൽ ബുക്ക് സ്റ്റാൾ കോട്ടയം പ്രസിദ്ധീകരിക്കുന്ന വിശ്വവിജ്ഞാന കോശം. ഞാൻ മുസ്ലിമീങ്ങൾ എഴുതി കൊടുത്തതല്ല, ഹിന്ദുക്കൾ എഴുതിയതാണ്. വാളുകൊണ്ടാണ് ഇസ്ലാം പ്രചരിപ്പിക്കപ്പെട്ടത് എന്നുള്ള ഓർണലിസ്റ്റുകൾക്ക് മറുപടി ഇവിടെ സച്ചിദാനന്ദനും MK സാനുവും അവർ സത്യത്തിൽ കോൺഗ്രസ്സുകാരും പോലുമല്ല, കമ്മ്യൂണിസ്റ്റ് താല്പര്യക്കാരാണ്. ഈ MK സാനുവിനെ പോലത്തെ ആളുകൾ കമ്മ്യൂണിസ്റ്റ് താല്പര്യക്കാരാണ്. അപ്പം നമ്മളോട് കൂടി ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന ഒരു കൂട്ടർ പോലും അല്ല. എന്നിട്ടും അവർ എഴുതി വെച്ചിട്ടുണ്ട്, ഈ മഹാൻ ഇന്ത്യയിൽ വന്നപ്പോൾ 90 ലക്ഷം ഹിന്ദുക്കൾ മുസ്ലിമായിട്ടുണ്ട്. ആരെ പറ്റി? മഹാനായ ഖാജയെ പറ്റി റളിയല്ലാഹു അൻഹു. അപ്പോൾ പ്രബോധനം ഞാൻ അവസാനിപ്പിക്കുകയാണ്. അവരാണ് ചെയ്തിട്ടുള്ളത്. ആ മാർഗമാണ് മുഅ്മിനീങ്ങളുടെ മാർഗം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ.